ജാതകം എഴുതുന്നത് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാതകം എഴുതുന്നത് കല്യാണത്തിന്റെ സമയം നോക്കാൻ എന്ന് പറയും. കല്യാണത്തിന്റെ സമയം നോക്കണമെങ്കിൽ ജാതകം വേണമെന്നില്ല, അല്ലെങ്കിൽ കല്യാണത്തിന്റെ പൊരുത്തം നോക്കണമെങ്കിലും ജാതകം വേണ്ട, തലക്കുറി മതി. ജാതകം എന്ന് പറയുന്നത് ഒരാളുടെ ജനനം മുടങ്ങി മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കും. മരണം വരില്ല, മരണം എന്ന് പറയുന്നത് ഇത്ര സമയം കഴിഞ്ഞാൽ നമ്മൾ ചിന്ത്യം എന്നാ പറയാം, കാരണം ഇനിയും ഗണിക്കാൻ പറ്റില്ല, ചിന്ത്യം എന്ന് പറയും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഓരോരോ ദശാകാലങ്ങളും, പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ അത് വിദ്യാഭ്യാസങ്ങൾ, ഏതെല്ലാം കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എങ്ങനെ പോകണം, അതേപോലെ അവർക്ക് വരാൻ പോകുന്ന ദോഷ സമയങ്ങളിലുള്ള അപകടങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ജാതകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ജാതകം എഴുതി കഴിഞ്ഞാൽ അത് വെറുതെ കൊണ്ട് എടുത്ത് വെക്കുക, കല്യാണത്തിന്റെ സമയത്ത് എടുക്കുക എന്നുള്ള ചിന്തയല്ല വേണ്ടത്. അത് ഇടയ്ക്ക് എടുത്ത് വിശകലനം ചെയ്യണം. വിശകലനം ചെയ്യുന്ന അവരെ സമയദോഷമുള്ള സമയങ്ങളിൽ, പഠനത്തിന്റെ ഓരോരോ നിർണായക ഘട്ടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ജാതകം എഴുതുന്നത്. അപ്പോൾ ജാതകം എഴുതിയിട്ടില്ലാതൊക്കെ ജാതകം എഴുതി വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അത് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് ഓരോ കാലഘട്ടങ്ങളിൽ എടുത്ത് നോക്കുകയും ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടുപോവുകയും വേണം. ഇപ്പോൾ ഒരു സമയം വളരെ മോശമാണ്, ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ പോകണം. ജാതകം വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.